Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ചാപ്റ്ററിൽ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ അതുപോലെ മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് യൂണിറ്റ് എന്നീ രണ്ട് ക്ലാസ്സുകളായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്? മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സർവീസ് അണ്ടർടേക്കിങ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മെത്തേഡ്. ഇപ്പോൾ സർവീസ് അണ്ടർടേക്കിങ്സ് ആണ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിൽ എങ്ങനെയാണ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പ്രൊസീജിയർ പറയുന്നത് 4 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് കളക്ഷൻ ഓഫ് കോസ്റ്റ്. കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി എത്രയാണോ കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നത് അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് കളക്ഷൻ ഓഫ് കോസ്റ്റ്. ഈ കളക്ട് ചെയ്ത കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റേജ്, തരംതിരിക്കുന്നു. അതായത് 3 കാറ്റഗറീസ് ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ അണ്ടർടേക്കിങ്സിലെ വെഹിക്കിൾസ് ഓടിയാലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ടും പേ ചെയ്യേണ്ട ചില എക്സ്പെൻസുകളാണ് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസിൽ വരുന്നത്. അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് റോഡ് ടാക്സ്, ലൈസൻസ് ഫീസ്, ഇൻഷുറൻസ്, ഗ്യാരേജ് റെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രീസിയേഷൻ, സൂപ്പർവിഷൻ, അതുപോലെ വേജസ് ഓഫ് ഡ്രൈവേഴ്സ്, ക്ലീനേഴ്സ്, ഓഫീസ് എക്സ്പെൻസ്, സാലറി ഓഫ് ഫോർമൻ, മാനേജർ, അക്കൗണ്ടൻറ്റ് എക്സെട്ര. ഇതെല്ലാം ഫിക്സഡ് ആയിട്ട് പേ ചെയ്യേണ്ട എക്സ്പെൻസുകളാണ്. അടുത്തത് മെയിൻ്റെനൻസ് ചാർജസ് ആണ്. മെയിൻ്റെനൻസ് ചാർജസ് പറഞ്ഞാൽ വെഹിക്കിൾസ് റണ്ണിങ് കണ്ടീഷനിലേക്ക് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസുകളാണ് മെയിൻ്റെനൻസ് ചാർജസ്. റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, ടയേഴ്സ്, ട്യൂബ്സ്, പെയിൻറ്റിങ്, ഗ്യാരേജ് എക്സ്പെൻസ്, സ്പെയർ പാർട്സ്, ആക്സസറീസ്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇതൊക്കെ മെയിൻ്റെനൻസ് ചാർജസിൽ ഉൾപ്പെടുന്നു. പിന്നെ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. ഈ ഡിപ്രീസിയേഷൻ റണ്ണിങ്ങിനനുസരിച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ വരുന്നതെങ്കിൽ അത് മെയിൻ്റെനൻസ് ചാർജസിലാണ് ഉൾപ്പെടുത്തുന്നത്. ഫിക്സഡ് ആയിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് പീരീഡിലേക്ക് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ ഫിക്സഡ് ചാർജസിലേക്കാണ് എഴുതുക. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ്. റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് വെഹിക്കിൾസ് റൺ ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ. പെട്രോൾ, ഡീസൽ, ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, സാലറീസ് ഓഫ് റണ്ണിങ് സ്റ്റാഫ്, കമ്മീഷൻ, സാലറി ഓഫ് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ എക്സെട്ര. ഇത് ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസ് കവേർഡ്. റണ്ണിങ്ങിനനുസരിച്ചിട്ടാണ് ഇവർക്ക് സാലറി കൊടുക്കുന്നതെങ്കിൽ അത് റണ്ണിങ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ചാർജസിലാണ് ഉൾപ്പെടുത്തുന്നത്. ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ. ഫിക്സഡ് പേയ്മെൻ്റ് ആണെങ്കിൽ അത് ഫിക്സഡ് ചാർജസിൽ ഉൾപ്പെടുത്തുക. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. ഒന്ന് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്, രണ്ടാമത്തെ മെയിൻ്റെനൻസ് ചാർജസ്, മൂന്നാമത്തത് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ്. ഇതല്ലെങ്കിൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടി ഈസിയായ മെത്തേഡ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസ് ഹെഡിൽ കൊടുക്കുന്നതാണ്. അതായത് ഫിക്സഡ് എക്സ്പെൻസ് എഴുതുക, ഫിക്സഡ് ചാർജസ് എല്ലാം ഫിക്സഡ് ഹെഡിൽ എഴുതുക. പിന്നെ അടുത്ത ഹെഡിങ് കൊടുക്കുന്ന വേരിയബിൾ എക്സ്പെൻസ്. ഈ വേരിയബിൾ എക്സ്പെൻസിൽ മെയിൻ്റെനൻസും റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസും ഉൾപ്പെടുത്തിക്കൊണ്ട് വേരിയബിൾ എക്സ്പെൻസിൽ എഴുതുക. അതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റേജാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തേത് പറയുന്നത് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്സ്. കോസ്റ്റ് യൂണിറ്റ്സ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കോസ്റ്റ് യൂണിറ്റ് എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് പ്രിപ്പറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റാണ്. അതായത് കോസ്റ്റിനെ തരംതിരിക്കുക. ഫിക്സഡ് എക്സ്പെൻസും വേരിയബിൾ എക്സ്പെൻസും ആയിട്ട് തരംതിരിക്കണം. അത് എവിടേക്കാണ് എഴുതേണ്ടതെന്ന് അറിയണം. ഇനി ഇതിൽ വരുന്ന ഒരു ഐറ്റമാണ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ ഓർ മൈൽ. അതിൽ ഇഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഗിവൻ, ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ്.
റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തന്നിട്ടില്ലെങ്കിൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് മൈനസ് ചെയ്തിട്ട് ലൈഫ് ഇൻ ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിപ്രീസിയേഷൻ കിട്ടും. ഇനി ടു ഗെറ്റ് ഡിപ്രീസിയേഷൻ പെർ മൈൽ ഓർ കിലോമീറ്റർ ദ ഇയർലി ഡിപ്രീസിയേഷൻ ഈസ് ഡിവൈഡഡ് ബൈ ആനുവൽ കിലോമീറ്റേഴ്സ് ഓർ മൈലേജ്. ഡിപ്രീസിയേഷൻ പെർ മൈൽ ഓർ കിലോമീറ്റർ ഇസ് ഈക്വൽ ടു ഡിപ്രീസിയേഷൻ പെർ ആനം ഡിവൈഡഡ് ബൈ അത് ഇയർലി ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ കിലോമീറ്റേഴ്സ് ഓർ മൈൽസ് പെർ ആനം ചെയ്താൽ നമുക്ക് ഡിപ്രീസിയേഷൻ പെർ മൈൽ ഓർ കിലോമീറ്റർ കിട്ടും. അതല്ലെങ്കിൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ്. എഫക്റ്റീവ് ലൈഫിന് ഉദ്ദേശിക്കുന്നത് ഒരു വെഹിക്കിൾസിന് അതിൻ്റെ എൻ്റയർ ലൈഫിൽ റൺ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ കിലോമീറ്റേഴ്സ് ഓർ മൈൽസിനെയാണ് എഫക്റ്റീവ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഓപ്പറേറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം എങ്ങനെയാണെന്ന്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിൾ. അതിൽ വാല്യൂ ഓഫ് വെഹിക്കിൾ 15,000 തന്നിട്ടുണ്ട്. റോഡ് ലൈസൻസ് 500. ഇൻഷുറൻസ് ചാർജസ് ഫോർ ദ ഇയർ 100. ഇയർലി ആണ് തന്നിരിക്കുന്നത്. ഗ്യാരേജ് റെൻറ്റ് 600. ഇതെല്ലാം എന്താണ് ഫിക്സഡ് എക്സ്പെൻസുകളാണ്. പിന്നെ ഡ്രൈവേഴ്സ് വേജസ് പെർ മന്ത്ലി ആണ് തന്നിരിക്കുന്നത് 200. അപ്പോൾ അതിനെ ഇയർലിക്ക് കൺവേർട്ട് ചെയ്യണം. ഇതും ഫിക്സഡ് എക്സ്പെൻസ് ആണ്. പിന്നെ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ 0.80. 1 ലിറ്ററിന് വരുന്ന കോസ്റ്റ് 0.80 ആണ്. മൈൽസ് പെർ ലിറ്റർ എത്ര മൈൽ കിട്ടുന്നു 1 ലിറ്ററിൽ 8 മൈൽസ്. ദെൻ പ്രൊപ്പോർഷണൽ ചാർജ് ഫോർ ടയർ ആൻഡ് മെയിൻ്റെനൻസ് പെർ മൈൽ. ടയർ മെയിൻ്റെനൻസിന് വേണ്ടി വരുന്നത് 0.20 ആണ്. പിന്നെ എസ്റ്റിമേറ്റഡ് ലൈഫ് 1,50,000 മൈൽസ് ആണ് എസ്റ്റിമേറ്റഡ് ലൈഫ്. ദറ്റ് ഈസ് എഫക്റ്റീവ് ലൈഫ് എന്ന് പറഞ്ഞല്ലോ, അതാണ് ഈ 1,50,000. ദെൻ എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ് 6,000 മൈൽസ്. ഇഗ്നോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് ഇങ്ങനെയാണ് കോളം വരയ്ക്കേണ്ടത്. പർട്ടിക്കുലേഴ്സ് കോളം, ദെൻ ആനുവൽ കോസ്റ്റ്, കോസ്റ്റ് പെർ മൈൽ കോളം. നമുക്കിവിടെ ആദ്യം ഫിക്സഡ് എക്സ്പെൻസസ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. ഫിക്സഡ് എക്സ്പെൻസ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് എഴുതാം. ഇതിൽ ഫിക്സഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ എഴുതുക. അപ്പോൾ ആദ്യം പറഞ്ഞ റോഡ് ലൈസൻസ് ഫീ ഫോർ ദ ഇയർ എന്നാണല്ലോ തന്നിരിക്കുന്നത്, അതായത് 500. റോഡ് ലൈസൻസ് ഫീ 500. ഈ റോഡ് ലൈസൻസ് ഫീ 500 തന്നിട്ടുണ്ട്. ഇയർലി ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കോസ്റ്റ് പെർ മൈൽ കണക്കാക്കണം. അപ്പോൾ ഇയർലി ആയിട്ടുള്ള ഫീസാണ് ഈ 500. ഇത് 1 മൈലിന് എത്ര കോസ്റ്റ് വരും എന്നാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനുവൽ മൈലേജ് തന്നിട്ടുണ്ട്. ആനുവൽ മൈലേജ് 6,000 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇത് റോഡ് ലൈസൻസ് ഫോർ ദ ഇയർ ആണ്, ഇത് ആനുവൽ മൈലേജും ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പെർ മൈൽ കിട്ടും. 500 ഡിവൈഡഡ് ബൈ 6,000. അപ്പോൾ 0.08 അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് ഇൻഷുറൻസ് ചാർജ്. ഇൻഷുറൻസ് ചാർജ് 100. അപ്പോൾ ഇൻഷുറൻസ് ചാർജും അതുപോലെ 100 ഡിവൈഡഡ് ബൈ 6,000 ചെയ്യാം. ഇപ്പോൾ 0.01. ഇപ്പോൾ 6 ഉണ്ട്, 0.02 എടുക്കാം. 0.02. ഇതിനടുത്തത് ഗ്യാരേജ് റെൻറ്റ്. ഗ്യാരേജ് റെൻറ്റ് 600 ആണ് തന്നിരിക്കുന്നത്. ഇതും പെർ ഇയർ ആണ് ഗ്യാരേജ് റെൻറ്റ്. 600 ഡിവൈഡഡ് ബൈ 6,000 0.10. ഓക്കെ, ഇപ്പോൾ ഗ്യാരേജ് റെൻറ്റ്. ഇനി അടുത്തത് ഡ്രൈവേഴ്സ് വേജസ്.
തന്നിരിക്കുന്ന പെർ മന്താണ്. പെർ മന്താണ് ഡ്രൈവേഴ്സ് വേജസ് 200 തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2400 ഇയർലി. ഈ ഡ്രൈവേഴ്സ് വേജസ് 2400 ആണ് ഇയർലി. അപ്പോൾ 2400 ഡിവൈഡഡ് ബൈ 6000 0.40. ഇതിനെന്ത് ചെയ്യണം? 6000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0.40 ഇത്രയായി. ഇനി ഡിപ്രീസിയേഷൻ കാണാം. ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ഓഫ് വെഹിക്കിൾസ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ എഫക്റ്റീവ് ലൈഫ്. കോസ്റ്റ് 15,000 ആണ്. അതിൻ്റെ എഫക്റ്റീവ് ലൈഫ് തന്നിരിക്കുന്നത് 1,50,000 ആണ്. അപ്പോൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ കിട്ടും. നേരത്തെ ഇവിടെ നോക്കിയില്ലേ ഇക്വേഷൻ. അതായത് ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ ഇസ് ഈക്വൽ ടു കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കോസ്റ്റ്, സ്ക്രാപ്പില്ല, കോസ്റ്റ് 15,000 ആണ്. 15,000 ഡിവൈഡഡ് ബൈ 1,50,000. അപ്പോൾ കോസ്റ്റ് പെർ കിലോമീറ്റർ കിട്ടും. വൺ 1,50,000 ചെയ്താൽ 0.10. അപ്പോൾ 0.10 ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ കിട്ടി നമുക്ക്. ഇനി ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു 6,000 ചെയ്താൽ, 6,000 മൈലേജ് ചെയ്താൽ ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ 0.10 ഇൻറ്റു 6,000 600. ഓക്കെ, ഇത്രയാണ് ഫിക്സഡ് എക്സ്പെൻസിൽ വരുന്നത്. ഇപ്പോൾ റോഡ് ലൈസൻസ് ഫീ 500 ആണ് ഇയർലി. അതിനെ ഇയർലി കോളത്തിൽ എഴുതി. പിന്നെ കോസ്റ്റ് പെർ മൈൽ കണക്കാക്കി 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ഇൻഷുറൻസ് ചാർജസ്, ക്യാരേജ് റെൻറ്റ്, ഡ്രൈവേഴ്സ് വേജസ്, ഡിപ്രീസിയേഷൻ ഓഫ് വെഹിക്കിൾ. ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന സമയത്ത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ് കണക്കാക്കിയാൽ നമുക്ക് ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 15,000 ഡിവൈഡഡ് ബൈ 1,50,000 എന്ന് പറയുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ പെർ ഇവിടെ മൈലാണല്ലോ. അപ്പോൾ ഡിപ്രീസിയേഷൻ പെർ മൈൽ 0.10. ഇനി ആനുവൽ ഡിപ്രീസിയേഷൻ കണക്കാക്കാനായിട്ട് ഇൻറ്റു 6,000 ചെയ്തു. നമുക്കിതിന് ഈ ഭാഗം ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഇനി ഫിക്സഡ് എക്സ്പെൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് എഴുതേണ്ടതാണ് വേരിയബിൾ എക്സ്പെൻസ് ആണ് അടുത്തത് എഴുതേണ്ടത്. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസസ് ഇതിന് മുമ്പ് നമുക്കിത് ടോട്ടൽ ചെയ്യാം. ഇത്രയൊക്കെയാണ് വരുന്നത്. 500 പ്ലസ് 4,200 ഇവിടെ വരും. 0.10 പ്ലസ് 0.08 പ്ലസ് 0.02 പ്ലസ് 0.10 പ്ലസ് 0.40 പ്ലസ് 0.10. അപ്പോൾ 0.70. ഇതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ 4,200ഉം കോസ്റ്റ് പെർ മൈല് 0.70. നമുക്ക് വേരിയബിൾ എക്സ്പെൻസ് ഡീറ്റെയിൽസ് എഴുതണം. അതിൽ വേരിയബിൾ എക്സ്പെൻസ് ഡീറ്റെയിൽ തന്നിരിക്കുന്നതിൽ വേരിയബിൾ എക്സ്പെൻസിൽ വരുന്ന കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ 0.80. അതുപോലെ മൈൽസ് പെർ ലിറ്റർ, ഇതൊക്കെ വേരിയബിൾ എക്സ്പെൻസിൽ ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്കതിൽ നോക്കാം. വേരിയബിൾ എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് പെട്രോൾ
കോസ്റ്റ് ഓഫ് പെട്രോൾ പറഞ്ഞിരിക്കുന്നത് പെർ ലിറ്ററിനാണ് 0.80. കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്ററിന് 0.80. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണക്കാക്കേണ്ടത് കോസ്റ്റ് പെർ മൈലാണ്. ഇപ്പോൾ കോസ്റ്റ് പെർ മൈൽ കണക്കാക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ ഈക്വൽ ടു ഇവിടെ 1 ലിറ്ററിന് വേണ്ടി വരുന്ന കോസ്റ്റ് 0.80 ആണ്. ഇതാണ് 0.80 പൈസയാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ മൈൽസ് പെർ ലിറ്റർ. ഒരു ലിറ്ററിൽ നമുക്ക് എത്ര മൈൽസ് സഞ്ചരിക്കാം? 8 ആണ്. അപ്പോൾ 8. അപ്പോൾ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ ഇസ് ഈക്വൽ ടു 1 ലിറ്ററിന് വേണ്ടി വരുന്ന കോസ്റ്റ് 0.80 ആണ് 1 ലിറ്ററിന്. അപ്പോൾ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കണക്കാക്കാൻ 0.80 ഡിവൈഡഡ് ബൈ 8 മൈലാണ് 1 ലിറ്ററിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കിട്ടും. അത് ചെയ്യുമ്പോൾ 0.10 കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ടയർ. റിപ്പയർ and maintenance. Cost of tire and maintenance per mile. ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? കോസ്റ്റ് ഓഫ് ടയർ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ. അത് ഡയറക്റ്റായി തന്നിട്ടുണ്ട് 0.20. ഇപ്പോൾ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കണക്കാക്കാൻ 1 ലിറ്ററിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് 0.80. അത് 1 ലിറ്ററിൽ എത്ര മൈൽ സഞ്ചരിക്കും? 8 മൈൽ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ ഇസ് ഈക്വൽ ടു 0.10. ദെൻ കോസ്റ്റ് ഓഫ് ടയർ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ. അത് ഡയറക്റ്റായി തന്നിട്ടുണ്ട്. ഇത് വേരിയബിൾ എക്സ്പെൻസിൽ വരുന്നതാണ് 0.20. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 0.70 പ്ലസ് 0.10 പ്ലസ് 0.20. അപ്പോൾ 1 കിട്ടും. ഇതാണ് കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ വെഹിക്കിൾ പെർ മൈൽ. കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ വെഹിക്കിൾ പെർ മൈൽ. ഇപ്പോൾ കോസ്റ്റ് പെർ മൈലാണ് കണക്കാക്കാൻ പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫിക്സഡ് എക്സ്പെൻസ്, സ്റ്റാൻഡിങ് ചാർജസും അതുപോലെ ഫിക്സഡ് എക്സ്പെൻസും വേരിയബിൾ എക്സ്പെൻസും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫിക്സഡ് എക്സ്പെൻസിൽ ഫിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എഴുതി. റോഡ് ലൈസൻസ് ഇതൊക്കെ ഇയർലി ആയിട്ട് തന്നത് ഇയർലി എഴുതി. മന്ത്ലി തന്നിട്ടുള്ളതിനെ ഇയർലിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഡിപ്രീസിയേഷൻ പെർ മൈൽസ് കണക്കാക്കി. ഡിപ്രീസിയേഷൻ പെർ മൈൽ ആനുവൽ ഡിപ്രീസിയേഷൻ ഇത്രയാണ്. അതിൽ നിന്ന് നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ കണക്കാക്കി. പിന്നെ അതിൻ്റെ ടോട്ടൽ ചെയ്തു. ഇത് 4200. ഇതിൻ്റെ ഫിക്സഡ് കോസ്റ്റാണ്. ഇവിടെ വരുന്ന ഫിക്സഡ് എക്സ്പെൻസ് പെർ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് പെർ മൈലാണ് ഈ 0.70. ഇനി അതും ഇതിൻ്റെ വേരിയബിൾ പാർട്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ഓഫ് റണ്ണിങ് വെഹിക്കിൾ പെർ മൈൽ കിട്ടുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ 0.80 ആണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില. അപ്പോൾ 1 ലിറ്റർ പെട്രോളിൻ്റെ വില ഡിവൈഡഡ് ബൈ 1 ലിറ്ററിൽ അത് എത്ര മൈൽ സഞ്ചരിക്കും? 8 മൈലാണ് സഞ്ചരിക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈൽ കിട്ടാനായിട്ട് അതിൻ്റെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ അതിൽ എത്ര മൈൽ കിട്ടുന്നുണ്ട് അത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 0.10 കോസ്റ്റ് പെർ മൈൽ 0.10. ഇനി കോസ്റ്റ് ഓഫ് ടയർ, റിപ്പയർ, മെയിൻ്റനൻസ് ഡയറക്റ്റായി തന്നിട്ടുണ്ട് 0.20. അപ്പോൾ കോസ്റ്റ് ഓഫ് റണ്ണിങ് മൊത്തം എക്സ്പെൻസ്, അപ്പോൾ അതായത് ഫിക്സഡ് 0.70യും പിന്നെ വേരിയബിൾ പാർട്ടിൽ വരുന്ന 0.10, 0.20
ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ വരുന്ന കോസ്റ്റ് ഓഫ് റണ്ണിങ് വെഹിക്കിൾ പെർ മൈൽ പറയുന്നത് 1 ആണ്, 1 റുപ്പീസാണ് കിട്ടുന്നത്. ഇതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ.